ജീവൻ സംരക്ഷിക്കുന്നതിൽ പാകിസ്ഥാന്റെ ഭരണകൂടം പൂർണ്ണ പരാജയത്തിൽ. വസീറിസ്ഥാനിൽ ഡ്രോൺ ആക്രമണത്തിൽ 3 പെൺകുട്ടികൾ കൊല്ലപ്പെട്ടതോടെ പുറത്തു വന്നത് പാകിസ്ഥാന്റെ സുരക്ഷാ പരാജയമാണ്. മാത്രമല്ല, അധികൃതർ മൗനം പാലിക്കുന്നത് ജനങ്ങൾക്കിടയിൽ ആശങ്കകളും വർദ്ധിപ്പിക്കുകയാണ്. ലോവർ സൗത്ത് വസീറിസ്ഥാനിലെ ബിർമൽ തെഹ്സിലിലെ നർഗാസി പ്രദേശത്തെ ഒരു റെസിഡൻഷ്യൽ പ്രോപ്പർട്ടിയെ ലക്ഷ്യമിട്ട് നടന്ന വിനാശകരമായ ക്വാഡ്കോപ്റ്റർ ഡ്രോൺ ആക്രമണത്തിൽ 3 പെൺകുട്ടികൾ കൊല്ലപ്പെടുകയും മറ്റ് 4 കുടുംബാംഗങ്ങൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. ഞായറാഴ്ച പുലർച്ചെ വീണ മാരകമായ വെടിക്കോപ്പുകൾ മുഹമ്മദ് ഗുൽ വസീറിന്റെ വീട്ടിൽ നേരിട്ട് പതിക്കുകയും 6 മുതൽ 15 വയസ്സ് വരെ പ്രായമുള്ള പെൺകുട്ടികൾ തൽക്ഷണം കൊല്ലപ്പെടുകയും ചെയ്തു. സംസ്ഥാനത്തിന്റെ അവഗണനയിലും സാധാരണക്കാരുടെ ജീവൻ സംരക്ഷിക്കുന്നതിൽ പൂർണ്ണ പരാജയത്തിലും പ്രാദേശിക രോഷം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും രക്ഷപ്പെട്ടവരെ രക്ഷിക്കാൻ അയൽക്കാർ തിരക്കുകൂട്ടി. ഗുരുതരമായ പരിക്കുകളോടെ ചികിത്സയിലായിരുന്ന ഒരു പ്രാദേശിക സ്ത്രീയെയും 3 ആൺകുട്ടികളെയും വാനയിലെ ജില്ലാ ആസ്ഥാന ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിന്റെ സ്വഭാവം, അതിന്റെ കാരണം അല്ലെങ്കിൽ ആക്രമണത്തിന് ആരാണ് ഉത്തരവാദികൾ എന്നിവയെക്കുറിച്ച് ഔദ്യോഗിക പ്രസ്താവനയൊന്നും പുറപ്പെടുവിക്കാത്ത പാകിസ്ഥാൻ അധികാരികൾ പ്രകടമായ മൗനം പാലിച്ചു എന്നത് ശ്രദ്ധേയമാണ്. ആക്രമണം പ്രദേശവാസികളിൽ ഞെട്ടൽ തരംഗങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. വ്യോമാക്രമണത്തിന് പിന്നിലെ വസ്തുതകൾ സ്ഥാപിക്കാൻ സുതാര്യമായ അന്വേഷണം വേണമെന്ന് ഭീകരർ ഇപ്പോൾ ആവശ്യപ്പെടുന്നു. ഈ നിഗൂഢമായ ക്വാഡ്കോപ്റ്റർ ഡ്രോൺ ആക്രമണങ്ങളുടെ സൂചനകൾ ഈ മേഖലയ്ക്ക് പുതിയതല്ല. അസം, വർസക്, ഗുൽഡോണ, ഗുണ്ടായി, കർമസി, കലോട്ടായി എന്നിവയുൾപ്പെടെ ബിർമൽ ജില്ലയിലെ ഒന്നിലധികം മേഖലകൾ സമാനമായ വ്യോമാക്രമണങ്ങൾ മുൻപ് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് പ്രാദേശിക സ്രോതസ്സുകൾ സൂചിപ്പിക്കുന്നു. പ്രാദേശിക വിവരങ്ങൾ പ്രകാരം ആവർത്തിച്ചുള്ള ഈ വ്യോമാക്രമണങ്ങൾ കാലക്രമേണ നിരവധി പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇത് അതിർത്തി സമൂഹങ്ങളെ നിരന്തരമായ ഭയത്തിന്റെയും ദുർബലതയുടെയും അവസ്ഥയിൽ കുടുക്കി. നിലവിലെ ഭരണകൂടത്തിന് കീഴിൽ കഴിഞ്ഞ 18 മാസമായി സുരക്ഷ ക്രമാനുഗതമായി വഷളായിക്കൊണ്ടിരിക്കുന്ന ലോവർ സൗത്ത് വസീറിസ്ഥാനിലെ ക്രമസമാധാന നിലയുടെ അമ്പരപ്പിക്കുന്ന തകർച്ചയുടെ പശ്ചാത്തലത്തിലാണ് ഏറ്റവും പുതിയ ദുരന്തം അരങ്ങേറുന്നത്. പ്രതിസന്ധി കൂടുതൽ വഷളാക്കുന്ന തരത്തിൽ സുരക്ഷാ സംവിധാനങ്ങളുടെ മുക്കിനു കീഴിൽ അക്രമങ്ങൾ ഭയാനകമായി വർദ്ധിക്കുന്നതായി പ്രാദേശിക സമൂഹങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ബോംബാക്രമണങ്ങൾ ലക്ഷ്യമിട്ടുള്ള കൊലപാതകങ്ങൾ, മോചനദ്രവ്യത്തിനായുള്ള തട്ടിക്കൊണ്ടുപോകലുകൾ, കൊള്ളയടിക്കൽ, പോലീസിനും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും നേരെയുള്ള അധികാരപരമായ ആക്രമണങ്ങൾ എന്നിവയിൽ കുത്തനെയുള്ള വർധനവ് താമസക്കാർ ചൂണ്ടിക്കാണിച്ചതായി അഭിപ്രായപ്പെടുന്നുണ്ട്. നിയമലംഘനത്തിനും ഭീകരതയ്ക്കും ഇരയായ ഒരു പ്രദേശത്തിന്റെ ഇരുണ്ട ചിത്രം ഇത് വരച്ചു കാട്ടുന്നു. അതേസമയം കാബൂളിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണങ്ങൾക്ക് പല്ല് പൊട്ടിക്കുന്ന മറുപടി നൽകുമെന്ന് അഫ്ഗാനിസ്ഥാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. പാകിസ്ഥാന്റെ ഏറ്റവും പുതിയ ആക്രമണത്തെ ഒരു വലിയ സംഘർഷമായി അഫ്ഗാനിസ്ഥാൻ കണക്കാക്കുന്നുവെന്നും അത്തരം നടപടികൾക്ക് മറുപടി നൽകാതെ വിടാൻ കഴിയില്ലെന്നും അഫ്ഗാനിസ്ഥാൻ ആഭ്യന്തര മന്ത്രാലയ വക്താവ് അബ്ദുൽ മാറ്റിൻ ഖാൻ പറഞ്ഞിരുന്നു. ആക്രമണങ്ങളെ രാജ്യത്തിന്റെ പരമാധികാരത്തിന്റെ വ്യക്തമായ ലംഘനമായാണ് അഫ്ഗാൻ അധികൃതർ കാണുന്നതെന്ന് അദ്ദേഹം ആവർത്തിച്ചു. അഫ്ഗാനിസ്ഥാനിൽ പ്രത്യേകിച്ചും കിഴക്കൻ, തെക്കുകിഴക്കൻ പ്രവിശ്യകളിൽ പാകിസ്ഥാൻ നടത്തുന്ന സൈനിക നടപടികളെ അഫ്ഗാൻ അധികൃതർ അപലപിച്ചു. കാബൂളിന് പുറമെ കഴിഞ്ഞയാഴ്ച കാണ്ഡഹാർ, പക്തിക, കോസ്റ്റ്, നംഗർഹാർ പ്രവിശ്യകളിലും പാകിസ്ഥാൻ വ്യോമാക്രമണം നടത്തിയതായും കാണ്ഡഹാറിലെ ഒരു എണ്ണ സംഭരണി ലക്ഷ്യമിട്ടതായും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.